celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. നൈനൈമ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണം വാൻകൂവർ ഐലൻഡിൽ ആഘോഷിച്ചു. സെപ്റ്റംബർ 15 ഞായറാഴ്ച രാവിലെ 11 മാവേലി കഥയിലേക്ക് ഒരെത്തിനോട്ടം എന്ന കൗതുകകരവും വിജ്ഞാനപ്രദവുമായ കഥാ ആവിഷ്കാരത്തോടു കൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് വാൻകൂവർ റോക്ക്ടെയിലിന്റെ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ തിരുവാതിര നർത്തകർ മാവേലിയെ വേദിയിലേക്ക് ആനയിച്ചു. നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം തിരുവാതിര കളിയോടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച കലാപരിപാടികൾ പ്രേക്ഷകരുടെ മനം കവർന്നു. അതോടൊപ്പം നടത്തിയ കായിക പരിപാടികളായ സ്പൂൺ റൈസ്, കസേരകളി, വടംവലി എന്നിവയ്ക്ക് ആവേശപൂർവമായ സ്വീകരണമാണ് കാണികളിൽ നിന്നും ലഭിച്ചത്. സോക്കർ, ബാഡ്മിന്റൺ, ടെന്നീസ്, ക്രിക്കറ്റ് മത്സരങ്ങൾ മുൻകൂറായി നടത്തി അതിൻ്റെ വിജയികൾക്ക് സമ്മാനങ്ങൾ വേദിയിൽ വിതരണം ചെയ്തു. ഓണവേദിയും കാണികളെയും ഇളക്കിമറിച്ചുകൊണ്ടുള്ള വാൻകൂവർ റോക്ക്ടെയിലിന്റെ ഫ്യൂഷൻ വിത്ത് ശിങ്കാരിമേളത്തോടെയാണ് ഓണാഘോഷത്തിന് പരിസമാപ്തിയായത്. അരുൺ, കലേഷ്, ജിയോ, അമല, നിമിൽ, ബിൻസി, ബിന്ധ്യ, ജോസഫ്, ദീപക് പൈക്കട, വിപിൻ, ജിൽസ്, ജെയിൻഷോ, അക്ഷര, പ്രതീഷ് തോമസ്, പ്രതീക്ഷ്, പ്രദീപ്, ബേസൽ, ഗണേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടത്തിയത്. വിവിധ തരം മലയാളി വിഭവങ്ങളോട് കൂടിയ ഓണസദ്യ ഈ ഓണാഘോഷത്തിന് പൊലിപ്പേകി. മധ്യ വാൻകൂവർ ഐലൻഡിൽ ആദ്യമായാണ് ഇത്ര വിപുലമായ രീതിയിൽ ഓണം ആഘോഷിക്കുന്നത്. 400 മലയാളികൾ പങ്കെടുത്തു. കേരളത്തോട് വളരെയേറെ രൂപസാദൃശ്യമുള്ള മനോഹരമായ പ്രദേശമാണിത്. എങ്കിലും കാനഡയിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് മലയാളി ജനസംഖ്യ കുറവാണ്. കാനഡയിലെ രണ്ടാമത്തെ വലിയ നഗരമായ വാൻകൂവറിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഫെറി കടന്നു വേണം തെക്കേ അറ്റത്തായി പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഐലൻഡിൽ എത്തിച്ചേരുവാൻ. വിമാനത്തിലും വരാം. ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിന്റെ തലസ്ഥാനമായ വിക്ടോറിയ ഈ ഐലൻഡിലാണ്. മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്ന സവിശേഷ സന്ദർഭത്തിൻ്റെ പ്രതീകമാണല്ലോ ഓണം. തിരുവോണ നാളിൽ തങ്ങളുടെ മഹാരാജാവിനെ വരവേൽക്കുന്ന മലയാളികൾക്ക് മുഴുവനും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആഹ്ലാദഭരിതമായ കാലമാണ്. വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമായും ഓണം അറിയപ്പെടുന്നുണ്ട്. വീട്ടുമുറ്റങ്ങളിൽ വർണ്ണാഭമായ വിവിധതരം പൂക്കൾ നിരത്തിയൊരുക്കുന്ന മനോഹരമായ പൂക്കളങ്ങൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ബോധമുണർത്തുന്നു. അതിനെയാണ് ഓണം പ്രതിനിധീകരിക്കുന്നത്. പുതുപുത്തൻ പട്ടുപാവാടകളും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞൊരുങ്ങി ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന സ്ത്രീജനങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓണാഘോഷത്തിൻ്റെ ഓരോ ഭാഗവും കഴിഞ്ഞുപോയ ആ പൂർവ്വകാല മഹിമയെക്കുറിച്ചുള്ള ഒരു സുഖസ്മരണയാണ്. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് പിന്നാലെ കൈകൊട്ടിക്കളിയും തുമ്പിത്തുള്ളലും കുമ്മാട്ടിക്കളി, പുലികളി തുടങ്ങിയ നാടൻ പ്രകടനങ്ങളുമെല്ലാം അരങ്ങേറുന്നു. മഹാബലി പാതാള ലോകത്തു നിന്നും തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സ്മരണയ്ക്കായി ആഘോഷിക്കപ്പെടുന്നതാണ് ഓണം. പ്രഹ്ലാദന്റെ പുത്രനായ മഹാബലി ജ്ഞാനത്തെ ആദരിക്കുന്ന മഹാബലി പാതാള ലോകത്തു നിന്നും തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സ്മരണയ്ക്കായി ഓണം ആഘോഷിക്കപ്പെടുന്നതാണ്. മഹാനായ അസുര സമ്രാട്ടായിരുന്ന മഹാബലി പാതാള ലോകത്തു നിന്നും തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സ്മരണയ്ക്കായി ആഘോഷിക്കപ്പെടുന്നതാണ് ഓണം. പ്രഹ്ലാദന്റെ പുത്രനായ മഹാബലി ജ്ഞാനത്തെ ആദരിച്ചിരുന്ന അതിശക്തനും പണ്ഡിതനുമായ മഹാരാജാവായിരുന്നു. ഒരിക്കൽ മഹാബലി ഒരു യജ്ഞം ആചരിച്ചു കൊണ്ടിരിക്കെ ഹ്രസ്വകയനും തേജസ്വിയുമായ ഒരു ബാലൻ യജ്ഞശാലയിൽ പ്രവേശിച്ചു. ആചാരപ്രകാരം മഹാബലി ആ തേജസ്വിയായ ചെറുപ്പക്കാരനെ സ്വാഗതം ചെയ്ത് അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. തൻ്റെ കാൽ ചുവട് കൊണ്ട് അളക്കാവുന്ന 3 അടി സ്ഥലം തരണമെന്നാണ് ആ ബാലൻ അപേക്ഷിച്ചത്.
ഈ അതിഥി സാക്ഷാൽ മഹാവിഷ്ണു അല്ലാതെ മറ്റാരുമല്ലെന്ന് തൻ്റെ ഗുരുവായ ശുക്രാചാര്യർ അപായ സൂചന നൽകിയിട്ട് പോലും ഗുരുവിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മഹാബലിയുടൻ തന്നെ ബാലൻ്റെ അപേക്ഷ സ്വീകരിച്ചു. ഇതാണ് ഓണത്തിൻ്റെ കഥ. ഐതിഹ്യപ്രകാരം 3 അടി സ്ഥലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉടൻ വാമനൻ എന്നു പേരായ ആ കൊച്ചു ബാലൻ ത്രിവിക്രമൻ എന്നറിയപ്പെടുന്ന ഭീകരമായ രൂപമെടുത്തുകൊണ്ട് തൻ്റെ ആദ്യ ചുവട്ടിൽ ഭൂമിയെ മുഴുവനായും അളന്നു. അതിനുശേഷം 2ാം ചുവടിൽ ആകാശത്തെയും മുഴുവനായി അളന്നു. ഈ 2 ചുവടുകൊണ്ട് തന്നെ മഹാബലിയുടെ സാമ്രാജ്യം മുഴുവനും ഭൂമിയും ആകാശവും അളക്കപ്പെട്ടു കഴിഞ്ഞു. 3ാം ചുവട് എവിടെയാണ് വെക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. വിഷ്ണു ഭക്തരിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രഹ്ലാദൻ്റെ പുത്രനായ മഹാബലി ചക്രവർത്തി 3ാം ചുവട് വെക്കാനായി തികഞ്ഞ ഭക്തിയോടെയും സമർപ്പണ ഭാവത്തോടെയും തൻ്റെ ശിരസ് ആനന്ദപൂർവ്വം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സമർപ്പണ ഭാവത്തിൻ്റെ അംഗീകാരമെന്ന നിലയിൽ മഹാവിഷ്ണു അദ്ദേഹത്തെ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായി വാഴിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പറഞ്ഞയച്ചതോടെ പാതാളത്തിൻ്റെ കവാടത്തിന് താൻ സ്വയം കാവൽ നിൽക്കുമെന്നും വാഗ്ദാനം ചെയ്തു. കൂടാതെ പ്രജകളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മഹാവിഷ്ണു മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളോടൊത്തുചേരുന്നതിനായി പാതാളത്തിൽ നിന്നും തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള അനുവാദം നൽകി. ആ ദിവസമാണ് ഓണമായി ആഘോഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.